പ്രസാദ് ചേർന്ന് തിരക്കഥയെഴുതി ശിവപ്രസാദ് സംവിധാനം ചെയ്തതിൽ ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, അനീഷ് കുമാർ, സിജു സണ്ണി, ബാബു ആന്റണി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് മരണമാസ്. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം സിനിമയുടെ മൂഡ് എന്താണെന്നത് കൃത്യമായിട്ടുണ്ടാകും. വയസ്സായ ആൾക്കാരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. സസ്പെൻസ് ഫാക്ടർ ഒന്നുമല്ല, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, കാണിച്ചിരുന്നുണ്ട്. തുടർന്ന് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ബേസിൽ അവതരിപ്പിക്കുന്ന ലൂക്ക്, അയാളുടെ നാട്ടിലെ സാഹചര്യം, അയാളെ കൊണ്ട് നാട്ടുകാരുടെ അവസ്ഥ, നാട്ടിലെ ബസ് ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ, ഹ്യൂമർ കൂടെ കൊണ്ടുവന്നാണ് ഈ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യുന്നത്. നല്ല രസമായിട്ട് തന്നെ അത് കൊണ്ടുപോയിട്ടുണ്ട്. ചിരിക്കൊപ്പം തന്നെ ഇനി എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം എന്നൊരു ക്യൂരിയോസിറ്റി കൂടെ അവിടെ ജനറേറ്റ് ചെയ്യാൻ സംവിധാനം സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബസ് കൂടെ ഒരു പ്രധാന സംഭവമായി എത്തുന്നുണ്ട്. സിനിമ ഒരു ഘട്ടത്തിൽ ബസ്സിലേക്ക് ചുരുങ്ങുമ്പോൾ ഇടയ്ക്ക് മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയും കഥയ്ക്കുണ്ട്. ബേസിൽ ലുക്ക് എന്നത് നേരത്തെ ശ്രദ്ധ നേടിയതായിരുന്നു. ന്യൂജൻ വൈബിൽ ജീവിക്കുന്ന ഒരാൾ ബേസിൽ രസമായി ചെയ്തിട്ടുണ്ട്. കുറെ സൂപ്പർ സ്റ്റാർ പദവികളൊക്കെ ബേസിൽ കൊടുത്തതും കൊള്ളാവുന്ന ഒരു പരിപാടിയായിരുന്നു. ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ രസമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇമോഷണൽ ആകുന്ന സമയത്തും ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് കണ്ട അനുഭവപ്പെട്ടത്. ബസ് ഡ്രൈവറായിരുന്നത് സുരേഷ് കൃഷ്ണയാണ്. ഈ അടുത്ത കാലത്തെ കൺവിൻസിംഗ് സ്റ്റാർ പദവിയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. നല്ല ചിരി സമ്മാനിക്കുന്ന ഒട്ടേറെ മൊമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. മൊത്തത്തിൽ കോമഡി സമ്മാനിച്ചിട്ടുള്ളതിൽ മുന്നിൽ തീർച്ചയായും സുരേഷ് കൃഷ്ണ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ ആർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വാവയും സംഭാഷണങ്ങളും കൊള്ളാം. ലുക്കിന്റെ കാമുകിയായ ജെസിയായാണ് അനീഷ് കുമാർ എത്തുന്നത്. ഒരു പ്രധാന സംഭവത്തിന് ശേഷമുള്ള സീനുകളൊക്കെ നോക്കിയാൽ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രം കൂടിയായിരുന്നു. ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ അനീഷ്മ കോംബോയും കൊള്ളാമായിരുന്നു. സിജു സണ്ണിയുടെ കണ്ടക്ടർ കഥാപാത്രം ഒരു പാവത്തൻ കഥാപാത്രമാണ്. ചില സമയത്ത് ഇത് കോമഡി ആയിട്ടാണോ അല്ല സീരിയസ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റൽ പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാണുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. ബാബു ആന്റണിയുടെ പോലീസ് കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നതിന്റെ ഒരു രസം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു ക്യാരക്ടർ ആർക്ക് ഇല്ലാതെ ഇടയ്ക്ക് വന്നു പോകുന്നു എന്ന നിലയിലേക്കാണ് പിന്നീട് എനിക്ക് അനുഭവപ്പെട്ടത്. രാജേഷ് മാധവൻ ഇങ്ങനെ കഥ പറയുന്ന സീനുകളൊക്കെ സിനിമയിൽ ആ ഒരു ഫീൽ പ്രകടനം കിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെറ്റിച്ച പരിപാടി. വേറെ ഒട്ടനവധി പേര് ചെറിയ വേഷങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഉണ്ണിരാജ, പ്രശാന്ത് അലക്സാണ്ടർ, ജോമോൻ ജ്യോതിർ, ധീരജ് ജനി, പൂജ മോഹൻരാജ് ഒക്കെ അവരുടെ റോളിനോട് നീതി പുലർത്തിയെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറച്ച് ഓവറായി പെരുമാറുന്ന ആ ഒരു മൂഡിലാണ് കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് അത് മികച്ച രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. മാത്രമല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊമെന്റ്സും കട്ടക്ക് നിൽക്കണമല്ലോ. പ്രകടനം നോക്കിയാൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഏറെയും ആ രീതിയിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പശ്ചാത്തലത്തിൽ വരുന്ന പാട്ടുകളൊക്കെ രസമായിരുന്നു. ഒരു കളർഫുൾ വൈബിൽ തന്നെയാണ് മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നതും. വളരെ സീരിയസ് ആയ സീനുകളൊക്കെ വരുമ്പോഴും അതിനകത്ത് ഹ്യൂമർ എലമെന്റ് ചേർത്ത് വയ്ക്കാനുള്ള ശ്രമങ്ങളും നല്ല രീതിയിൽ തന്നെ കാണാം. രാത്രിയിലാണ് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങൾ നടക്കുന്നത്. ആ ഒരു ആംബിയൻസും മികച്ച രീതിയിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾ അതിൽ എക്സ്പ്രഷൻസ് സംഭാഷണങ്ങളൊക്കെ കോമഡി ജനറേറ്റ് ചെയ്ത് പോകുന്ന സിനിമയാണ് മരണമാസ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച്, സ്പൂഫ് രംഗങ്ങൾ വെച്ച്, ആനുകാലിക സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ഫൺ മൂഡ് കൊണ്ടുവരുന്നുണ്ട്. അത് വർക്കാവുന്നതുകൊണ്ട് അങ്ങനെ സിനിമയിലെ പ്രധാന സംഭവത്തിലേക്കും പ്രധാന കഥാപാത്രങ്ങളെ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരുന്നതോടെ ആയി കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തിരക്കഥ. അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് കഥാപാത്രങ്ങളൊക്കെ കഥയിൽ റെലവന്റ് ആണ്. പക്ഷേ കോമഡിക്കായി കൊണ്ടുവരുന്ന ചില പരിപാടികൾ പാളിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബസ് നിർത്തിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും കഥയും ഒന്ന് നിർത്തിവെച്ചതുപോലെ, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലാണ് അങ്ങനെ ചില സീനുകൾ എനിക്ക് അനുഭവപ്പെട്ടത്. അവസാനം എത്തുമ്പോഴേക്കും തുടക്കത്തിലെ ആ ഒരു മൂഡിലേക്ക് കയറാനും ഓവറോൾ സാറ്റിസ്ഫൈങ് ആയ ഒരു അനുഭവം സമ്മാനിക്കാനും മരണമാസ് എന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആദ്യ ചിത്രം എന്ന നിലയിൽ ശിവപ്രസാദ് എന്ന സംവിധായകൻ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ ഡാർക്ക് കോമഡി വിഭാഗത്തിൽ സിനിമകൾ വരുമ്പോൾ ഉടനീളം ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാം പകുതിയിൽ ഇടയ്ക്കൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു സിനിമ കണ്ടപ്പോൾ. അതിനെ പരിഗണിച്ച് തന്നെ ആയാലും ഈ ശ്രമം തീർച്ചയായും പരിഗണിക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നന്നായി തന്നെ ചിരിക്കാനുള്ള ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് മരണമാസ് സിനിമ അനുഭവപ്പെട്ടത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ ശേഷമായി വീണ്ടും കാണാം. അതുവരെയും